ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ വ്ളോഗ്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഫിലിമിന് പോകാമെന്ന് വിചാരിച്ചു. ലോക സമസ്ത സുഖിനോ ഭവന്തു അല്ലേ. അപ്പോൾ നമ്മൾ ലോഗോയ്ക്ക് പോകാമെന്ന് വെച്ചിട്ട് ലോഗൻ്റെ ലോഗോ എങ്ങനെയായിരിക്കും, ഫിലിം എങ്ങനെയായിരിക്കും ഒന്നും അറിയില്ല. ഭയങ്കര എക്സ്പെക്റ്റേഷനിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് സത്യം പറഞ്ഞാൽ. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം ഞങ്ങൾ കണ്ടിട്ട് നോക്കിയിട്ട് പറയാം. ഓക്കെ, അപ്പോ നിങ്ങളും ഞങ്ങളുടെ ഒപ്പം ടിക്കറ്റ് ഇല്ല, ഓൺലൈനിൽ ബുക്ക് ചെയ്തില്ല. അതായത് ഞങ്ങളുടെ ഈ നാട്ടിൻപുറത്ത് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് റേറ്റ് ഉള്ള ഒരു തിയേറ്ററിലേക്ക് പോകുന്നത്. അതായത് 400 രൂപയോളം വരുന്നുണ്ട് ഒരു ടിക്കറ്റിന്. അപ്പോൾ സോഫയൊക്കെയാണ് സംഭവം, നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഇരിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ അത് എടുക്കാം, അവിടെ പോയിട്ട് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ബുക്ക് ചെയ്തിട്ടില്ല. എപ്പോഴും ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് പോവാറ്, പക്ഷെ ഇത്തവണ ഞങ്ങൾ ബുക്ക് ചെയ്തില്ല. പോരാത്തതിന് ഇന്ന് സൺഡേ ആണ്, ആ ഒരു ബോധം പോയില്ല. നല്ല തിരക്കുണ്ടാവും തോന്നുന്നു, അറിയില്ല. ടിക്കറ്റ് കിട്ടി. ഞാൻ 400 ടിക്കറ്റ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ പാലക്കാട്ടിൽ ആരും വന്ന് എടുക്കുന്ന വിചാരിച്ചില്ല. അതായത് ഈ വടക്കഞ്ചേരി ഈ ഏരിയയില് ഈ ഒരു സീറ്റിന് 400 രൂപയ്ക്കൊക്കെ ആളുകൾ ടിക്കറ്റ് എടുക്കുമോ എന്നുള്ള കാര്യം ഡൗട്ടായി. അതായത് തൊട്ട് താഴത്ത് 180 രൂപയുള്ളൂ, തൊട്ട് താഴത്ത് പറഞ്ഞ 180 രൂപയുള്ളൂ. അപ്പൊ അതിന് മുകളിൽ 400 രൂപ എന്ന് പറഞ്ഞ ആൾക്കാർ, അതും ഇതും കാണുന്ന സിനിമയൊന്നും തന്നെയല്ലേ, ഫിലിം ഒന്നു തന്നെയാണല്ലോ. അപ്പൊ ഈ 400 കണ്ടാലും 180 കണ്ടാലും ഫിലിം ഒന്നായതുകൊണ്ട് അതിനുവേണ്ടി 400 രൂപ മുടക്കുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സത്യം അതാണ്. പക്ഷേ അറിയില്ല, തോന്നുന്നത് നോക്കാം അവിടെ എത്താനായിട്ടുണ്ട്. ഫ്രണ്ടിലാണ് സീറ്റ് എന്നാണ് അതിൽ കാണിക്കുന്നത്. ഫ്രണ്ടിൽ സീറ്റൊക്കെയാണെങ്കിൽ നമ്മള് എന്തായാലും കാണില്ല, അതൊരു വൈബ് ഉണ്ടാവില്ല. ഫ്രണ്ടില് പോയിരുന്ന് കാണാൻ വലിയൊരു സുഖം ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും പോയി നോക്കാം. ആണെങ്കിൽ നമ്മൾ അടുത്ത ദിവസം സ്കിപ്പ് ചെയ്യും, മാത്രമേ ഉള്ളൂ. അല്ലാതെ സീനൊന്നുമില്ല. സീനാണ് പക്ഷെ സീനില്ല. 2:30 പടം. ഇപ്പൊ 2:02 ആയിട്ടുണ്ട്. അതെ, 2:02 ആയിട്ടുണ്ട്. നോക്കാം ഇന്ന് പടം കാണാൻ പറ്റുമോ ഇല്ലയോ എന്നറിയത്തില്ല, നോക്കാം. എന്തായാലും തിയേറ്റർ എത്തിയിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് കൗണ്ടർ ഞങ്ങളൊന്ന് കാണിച്ചു തരാം. ടിക്കറ്റ് കിട്ടുമെന്നുള്ള കാര്യം കാണിച്ചു തരാം. ടിക്കറ്റ് കിട്ടിയ എന്തായാലും ഓക്കെ, താങ്ക് യു അമ്മച്ചി. ഞങ്ങൾ ആ തിയേറ്ററിലേക്ക് ആദ്യമായിട്ട് പോകുന്നത് കേട്ടോ, അതുകൊണ്ടാണ് മാപ്പ്. ഞങ്ങള് ഫസ്റ്റ് ടൈമാണ് ആ തിയേറ്ററിലേക്ക് പോകുന്നത്. കാടങ്കാവില്ലേ, കാടങ്കാവിൽ സിനിമാസിലാണ് പോകുന്നത്. മൂഞ്ചി പണി കിട്ടി. ടിക്കറ്റ് ഇല്ലേ, ടിക്കറ്റ് ഉണ്ട്, ഫ്രണ്ടിലാണ്. അപ്പോ ഞങ്ങളത് വേണ്ട, സ്കിപ്പ് ചെയ്തു. ഫ്രണ്ടിൽ പോയിരുന്ന് കണ്ടാലുള്ളൊരു വൈബ് ഉണ്ടാവില്ല. അപ്പൊ ആ വൈബ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ നെക്സ്റ്റ് ഡേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. നീ എപ്പോ പറ്റും എനിക്ക് അറിയത്തില്ല. എപ്പോഴും ഞങ്ങള് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോവാറാ പതിവ്. അടുത്തുള്ള തിയേറ്ററിലേക്ക് പോലും ബുക്ക് ചെയ്തിട്ട് പോവാറാണ് പതിവ്. പക്ഷെ ഇന്നെന്തോ ഉണ്ട് എന്നുള്ളൊരു ഇതില്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഏറ്റവും മേലെ 400 rupees ആണ് 1 സീറ്റിന്. അപ്പൊ അത് പോവില്ലായിരിക്കും. നോർമൽ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിലും അതിൽ കയറാന്നുള്ളൊരു ബേസിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് സത്യം, ഞാൻ ആ 400 rupeesന്റെ ആരും എടുക്കത്തില്ല, നമ്മൾക്ക് വേണ്ടി നീക്കി വെക്കും. 10-12 സീറ്റ് ഉണ്ട്, അതിൽ 2 സീറ്റ് കിട്ടും എന്ന് വിചാരിച്ചു. ഒരു സീറ്റ് ബുക്കിംഗ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ, കാലത്ത് ഒരു 12 മണി വരെ. അപ്പോ ഓക്കെ, അതില് സെറ്റ് ആക്കാന്ന് വിചാരിച്ചു. പക്ഷെ ആൾക്കാരെല്ലാരും കൂടി ഞങ്ങളെ സെറ്റാക്കി മൊത്തത്തില്. സാറ്റർഡേ സൺഡേ എന്തായാലും ഭയങ്കര ക്രൗഡ് ആയിരിക്കും ഫിലിമിന്. എന്ത് ക്രൗഡ് ആണെങ്കിലും ഈ 400 ടിക്കറ്റ് ഞാൻ തന്നെ ആലോചിച്ചു ഒരു 2-3 തവണ വേണോന്ന്. അതായത് 2 പേർക്ക് 800 രൂപ ആവുമല്ലോ. 800 രൂപയും പിന്നെ ഒരു ടാക്സിന്റെ ഇതും കൂടെ 50 രൂപ ടാക്സ് വരുന്നുണ്ട്. നമ്മള് സ്നാക്സ് വാങ്ങിക്കും, പിന്നെ ഒരു 1000 rupees നമുക്ക് മേലെ ആവും. അല്ല, 1000 rupees ഇതിന് മാത്രം, ഫിലിമിന് മാത്രം വരാനുള്ള ചെലവും സീറ്റിനും വേണ്ടി മാത്രം. പിന്നെ സ്നാക്സ് കഴിക്കലൊക്കെ കൂടി 100-500 രൂപ വേറെ, 1500 rupees ചെലവും. അപ്പൊ ഞാൻ 1500 rupees ചെലവാക്കണം, അങ്ങനെ രണ്ടും കെട്ട മനസ്സിലായിരുന്നു. ശരി, ഇവിടെ ഒന്ന് നോക്കാം, ഒരു രക്ഷയില്ലെങ്കിൽ ചെലവാക്കാന്നൊക്കെ ചോദിച്ചു. അപ്പോഴും ഒരു 180ന്റെ 2-3 ടിക്കറ്റ് ഞങ്ങളുടെ മുന്നിൽ കിടന്ന് കളിച്ച് നിൽക്കണ്ടായിരുന്നു. എടുത്തില്ലല്ലോ, പോയില്ലേ, എന്തായാലും വർക്കിംഗ് ഡേയ്സിൽ തന്നെ പോവാൻ നോക്കണം. എന്താ വെച്ചാ സാറ്റർഡേ സൺഡേ ഭയങ്കര ക്രൗഡാണ്, പോരാത്തതിന് വെക്കേഷൻ ആണ്. ഞങ്ങൾക്കാണെങ്കിൽ കുറെ ദിവസമായിട്ട് കുട്ടിക്ക് മറ്റേ സ്കൂളിലെ എക്സാമും കാര്യങ്ങളും പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ പടത്തിന് പോയിട്ട് കുറച്ച് കാലേ ചിന്തയേ ഇല്ല. ഞങ്ങൾ ആ കൂലിയൊക്കെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ മിസ്സായി. കൂലിയൊന്നും മിസ്സാക്കാൻ പറ്റാത്ത മൂവിയാണ്, പക്ഷെ മിസ്സായി ഗായ്സ്, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.
നമ്മുടെ ഞാൻ കൈ കടഞ്ഞപ്പോ ഞാൻ എങ്ങനെ പിടിച്ചാണ് കേട്ടോ. ഓക്കെ, അപ്പോ ശരി, ഞങ്ങൾ ഫിലിമിന് പോവും, ഉറപ്പായിട്ട് പോവും. പോയിട്ട് നിങ്ങൾക്ക് അതിന്റെ റിവ്യൂ ഞങ്ങൾ പറഞ്ഞുതരാം. അതെ അതെ. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ റിവ്യൂ കമന്റിൽ ഇടും, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ. അതെ, സൺഡേ വിശേഷങ്ങൾ ഇന്ന് ഇത്ര ഒന്നും വിചാരിക്കുള്ളൂ. നോക്കട്ടെ, ചിലപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ലൈവിൽ വരാൻ പറ്റിയാൽ ലൈവിൽ വരാം. ഓക്കെ, ലൈവിൽ വരാൻ പറ്റിയാൽ വരാം. ഈവനിങ് എന്തായാലും ചിലപ്പോൾ മേ ബി ഇറങ്ങാൻ നോക്കാം, വെയിലൊക്കെ ഒന്ന് താഴ്ന്നു കഴിഞ്ഞിട്ട്. മക്കളുടെ മൂഡും കൂടി നോക്കിയിട്ട്. ഞങ്ങൾക്ക് മൂഡ് എപ്പോഴും ഓക്കെയാണ്, മക്കളുടെ മൂഡാണ് വിഷയം. നമ്മളെപ്പോഴും വൈബാണ്. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ബൈ ബൈ എന്ന് പറയാം, മൂഞ്ചിയുടെ എന്ന് പറയാം. മീനും ചോറൊക്കെ ഉണ്ടായിട്ട് അത് കഴിക്കാതെ വന്നാണ് ഗായ്സ്, നീ പോയിട്ട് അതൊക്കെ കഴിക്കാതെ വാങ്ങിച്ചു. അപ്പൊ ശരി, ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടമായാൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലത്തെ നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങളുടെ ഫാമിലി ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, സൈനിങ് ഓഫ്, അബു ഐഷു ഷോർട്സ്.